ഉള്ളത് നാഗർകോവിലാണ്. இந்த வருஷம் 2024 അതിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റില് നാഗർകോവിൽ இடத்துக்கு ഒരാൾ ഇന്ത്യൻ നാഷണൽ ടൂർണമെന്റിൽ നാഷണൽ ലെവലുக்கு பிரைஸ் அச்சீவ் பண்ணிருக்கு. 23 மணிக்கூர் 29 மினிட். அந்த அச்சீவ்மெண்ட் நம்ம பண்ணிருக்கிறது வேற யாரும் இல்ல, நம்ம பி ராஜா, கட்டைவிளை ராஜா. அவர் தான் நம்ம கூட இருக்கு. டோனி மானாரி டிராவலிங் சோல்ஜர் யூடியூப் சேனல் நம்ம சேனல்ல நீங்க பார்க்க போறாரு. உங்களுக்கே தெரியும், போன வீடியோல நம்ம சொல்லி இருக்கு 21 மணிக்கூர் பறத்தினப்ப நாம சொல்லி இருக்கேன்னு அடுத்த வருஷம் நீங்க நமக்கு ஒரு வாக்கு கொடுத்திருக்கு. அதுல நம்ம யூடியூப் சப்ஸ்கிரைபர்ஸ் எல்லாம் நல்ல ஆசீர்வாதம் பண்ணிருக்கோ, ஏதோ உங்க திறமை அது காட்டி இருக்கு, நீங்க அதை அச்சீவ் பண்ணிட்டேன். அதுதான் இப்ப இங்க நம்ம பாக்குறோம். அதுல பெரிய ஒரு அச்சீவ்மெண்ட், அதுவும் ஒரு டூர்னமெண்ட் இல்ல 5 டூர்னமெண்ட் அவ்வளவு சூப்பரா அச்சீவ் பண்ணிருக்கு. அதாவது NAPF டூர்னமெண்ட்ல நேஷனல் பந்தயத்துல அவரு, அதே மாதிரி BRPF அந்த 2 நேஷனல் பந்தயத்துல அவரு അച്ചീവ്മെന്റ് பண்ணிருக்கு. ഓക്കെ, ഇപ്പൊ രാജന നമ്മളെ കൂടെ ഉണ്ട്, കട്ടവിളை രാജ. ബിസി ആയുള്ള സമയത്ത് നമുക്ക് ചാനലിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ ரொம்ப சந்தோஷம். தேங்க்யூ வெரி மச். நம்ம இந்த வருஷம் எவ்வளவு ஹவர்ஸ் நீங்க பறத்திருக்கு? 23 മണിക്കൂർ 29 നിമിഷം. அது எவ்வளவு பந்தயத்துல? இது 5 மത്സരத்துல. 5 மത്സരം. அது ஒன்னு நம்ம NAPF நாஞ்சில் அரசன் பந்தயம், அப்புறம் நம்ம BRPF முத்துகிருஷ்ணன் பந்தயம், BRPF 2 நேஷனல் பந்தயம், அப்புறம் நம்ம சவுத் இந்தியன் BJN SITS ஹென்ரி அண்ணன் பந்தயம், அப்புறம் நம்ம பிரின்ஸ் பந்தயம். அவர் தான் முன்னாடி ஃபர்ஸ்ட் பிரைஸ் கொடுத்திருக்கு, ஆகஸ்ட் 15க்கு பிரைஸ் கொடுத்திருக்கு. அப்புறம் இன்னொன்னு நம்ம DAPN தளபதி அனந்தபுரி. அது ஏதோ பிரச்சனை சீல் மாறி குத்தியது കൊണ്ട് ഒരു ചിന്ന പ്രശ്നത്തിലിരുന്നു. ഇതില് കേരള പന്തയം 2 നമ്മൾ ചേർന്ന് ഒന്ന് ക്യാൻസൽ ആയിപ്പോയി, ഒന്ന് ശ്രീ ചിത്ര. അപ്പൊ ക്യാൻസൽ ആയതിന്റെ ഇതിൽ തന്നെ അനന്തപുരിയുടെ സീല് കുത്തിയെന്ന് പറഞ്ഞിട്ട് வாக்குவாதம் சரியா மாற்றம். அது சத்தியம் சொன்னா நீங்க சொல்லணும், எந்தெந்த பந்தயம் விடுறாங்கன்னா நீங்க தான் சொல்லணும். அதுக்கு கொஞ்சம் மாற்றம் போய் அது பிரச்சனை இல்லை. ஆனா நமக்கு 5 മത്സരത്തിൽ പറ്റി, 5 മത്സരത്തിൽ പറ്റില്ല. അപ്പൊ ഈ കേരളത്തിൽ നടന്ന 2 എണ്ണത്തിൽ ഒന്ന് ക്യാൻസൽ ആയി, ഒന്ന് നമുക്ക് ഇതേ ടൈം ഉണ്ട്. അതേ ടൈം ഉണ്ട്. പിന്നെ അവരുമായിട്ട് ഒന്ന് സംഭാഷണം നടത്തിച്ച് അതിന്റെ ഒരു തീർപ്പിന് മുടിവിന് വരാണ് പറഞ്ഞിരിക്കുന്നത്. അത് അത് വലുതായിട്ട് കരുതിയിട്ടില്ല. നടക്കട്ടെ, അത് അവരുടെ നമ്മ സാധിക്കേണ്ട സാധിച്ചു. ഇപ്പൊ ഇവിടെ നമ്മളെ നാഗർകോവില് നാഷണൽ ടൂർണമെന്റ് 2 ടൂർണമെന്റ് ഡിസ്ട്രിക്ട് രീതിയിൽ 3 നാഷണൽ 2 നാഷണലും ഡിസ്ട്രിക്ട് രീതിയിലും. ഇതിലും നമ്മള് 23 മണിക്കൂർ 29 മിനിറ്റ് പറഞ്ഞ് പിന്നെ വെട്ട് ഇട്ടാണ് ഇരുത്തിയത്. വെട്ട് ഇട്ടും 20-30 മിനിറ്റ് 40-42 മിനിറ്റോളം പറഞ്ഞാണ് പ്രായം. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ ദൃക്സാക്ഷിയാണ്. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ണാലെ കണ്ടതാണ്. 10 മണി മുതൽ ഞാനിവിടെ ഉണ്ട്. 10 മണി മുതൽ 6 മണിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുള്ളത്. എനിക്കൊന്ന് കാര്യമാണ് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രാവ് 5 എംപയറും ചോദിച്ചിട്ടില്ല, എവിടെ പ്രാവ് എവിടെയെന്ന് ചോദിച്ചിട്ടില്ല. 10 മണിക്ക് മുന്നേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, 10 മണിക്ക് ശേഷം ചോദിച്ചിട്ടില്ല. അതിന് മുമ്പ് രാത്രി ചോദിക്കാത്ത ഒരു പകലെങ്ങനെ ചോദിക്കും? ഓക്കെ, ഞാൻ എന്റെ ഇതിലാണ് പറഞ്ഞത്. പക്ഷെ എന്റെ മൊബൈലിൽ ആ 10 മണി മുതൽ ഉള്ള 1 മണിക്ക് ശേഷമുള്ള എല്ലാ വീഡിയോ എന്റെ മൊബൈലിൽ ഇപ്പോഴും സേവ്ഡ് ആണ്. അത് എനിക്ക് സാധാരണ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പന്തയം കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. 21 മണിക്കൂർ സ്ഥലത്തും, അതായത് 23 പറഞ്ഞ സ്ഥലത്തും 18 മണിക്കൂർ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവ് ഓരോ മിനിറ്റിലും വന്നു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതെന്താ, ആ പ്രാവിന്റെ ഗുണവും ചേട്ടന്റെ കഠിനാധ്വാനവും ആ ട്രെയിനിങ്ങും അതൊക്കെ കൊണ്ടാണ്. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതിന് ഭയങ്കര ഒരു ഒന്നും എനിക്ക് പറയാനില്ല. അതിലൊരു ഉള്ളതാണ്. അതൊന്ന് നമ്മള് വാഗൊണ്ട് പറയുന്ന രീതിയിലല്ല. അത് നമുക്ക് തിരുവനന്തപുരമാണ് തന്ന ഒരു വരപ്രസാദം തന്നെ. പുലർച്ചെ കാണാതെ ഇരിക്കുന്നു സാധനം. എന്ത് മഴയായാലും കൊടുമഴയിൽ ക്യാൻസലായി. അപ്പൊ കുമാർ കണ്ടുകൊണ്ടേയിരിക്കുന്ന മുമ്പത്തെ മത്സരത്തില് ഈ മഴ തൂറ്റൽ തുടങ്ങിയപാട് പറവ സ്പീഡ് കൂടും. എന്നാണ് നിന്നാൽ അവന്റെ ശരീരത്തിൽ പിടിക്കും. അതുകൊണ്ട് റാക്കറ്റ് പോലെ പോകും. പ്രാവ് മറ്റുള്ളവർ പോയി വിചാരിക്കുമ്പോൾ ഇരിക്കും. അല്ല, അത് എനിക്കറിയാം. മഴ കൊടുമഴയാണെങ്കിൽ സ്പീഡ് കൂട്ടി റാക്കറ്റ് പോലെ പോയി ഉരി വരും.
ധൈര്യം കണ്ട് പ്രാവ് ചീറ്റി പോകുന്നത് പോലെ അന്ന് മഴ അവസാനിച്ച പഴയ രീതിക്കാവും. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. Correct ആയിട്ട് പറഞ്ഞു. അത്രയും ആ ഒരു ചെറിയ പാവിന് അത്രയും അത്രയും കരുത്ത് அந்த കണ്ടീഷൻ അങ്ങനെ അത് ഒരു ജീനിന് ഉണ്ടായ സംഭവമാണെന്നാണ്. കാരണം ആ ഒരു ജീൻ ഉണ്ടാക്കിയെടുത്തതില് ഇപ്പം അതിന്റെ അച്ഛനമ്മ അതെങ്ങനെയാണ് ചേർന്ന്?